ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ സിസ്റ്റം ടോപ്പിക്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ലൈനിലെ ഷോർട്ട്, മീഡിയം, ലോങ് ലൈൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ടോപ്പിക്സാണ്. അപ്പോൾ അതിൽ നെക്സ്റ്റ് ഡീൽ ചെയ്ത് നമ്മളെ സർജ് ഇമ്പിഡൻസിൻ്റെ കാര്യങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്താണെന്നുള്ളതാണ്. സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് ഇതും പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ്. ഇതൊക്കെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഫിനോമിനയായിട്ട് വരുന്നതാണ്. അപ്പോൾ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്ന് ആക്ച്വലി പറയുവാണെങ്കിൽ അത് നമ്മുടെ പവർ ഡെലിവറായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതാണ്. ഓക്കെ, അതായത് ഒരു ലൈനിൽ ഡെലിവർ ആവുന്ന പവർ, ഓക്കെ, ആ ഡെലിവർ ആവുന്ന പവർ എന്ന് പറയുന്നത് ഒരു സാധാ ലോഡ്, ഒരു റെസിസ്റ്റീവ് ലോഡിൽ എങ്ങനെയാണോ പവർ ഡെലിവർ ആവുന്നത് ആ ഒരു തരത്തിലാണ്. അപ്പോൾ ആ റെസിസ്റ്റീവ് ലോഡ് എന്ന് പറയുന്ന സാധനം എന്തിന് ഈക്വലാണ്? അത് നമ്മുടെ ഈ സർജ് ഇമ്പിഡൻസിന് ഈക്വലാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് സപ്പോസ് നമ്മളൊരു ലൈന് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കും. ഇവിടെയുള്ള ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റീവ് ലോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ VS, ഇത് IS, ഇത് നിങ്ങളുടെ സർജ് ഇമ്പിഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ZS എന്ന് പറയുന്ന സാധനമായിരിക്കും. ഓക്കെ, ZS. അപ്പോൾ ZS-ൽ ഇവിടെ ഇതിപ്പോൾ സപ്പോസ് ഇതാണ് നിങ്ങളുടെ VR എന്ന് വിചാരിക്കും. VR അല്ലെങ്കിൽ ലൈൻ, എൻ്റെ ലോഡ് VL എന്ന് വിചാരിച്ചു. VL ഇത് തന്നെയാണ് നിങ്ങളുടെ IR. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇൻഫറൻസ് എത്താം. എന്താണ്? നിങ്ങളുടെ VS എന്തിന് ഈക്വലാണ്? VR-ന് ഈക്വലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ IS എന്തിന് ഈക്വലാണ്? IR-ന് ഈക്വലാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്യുവർ ലോഡായിരിക്കും. അതായത് ഇമാജിനറി പാർട്ടുകളൊന്നും ഇല്ലാത്ത പ്യുവർ ലോഡായിരിക്കും. ശരിയല്ലേ? പ്യുവർ ലോഡായിരിക്കും. അപ്പോൾ ആ പ്യുവർ ലോഡിൽ എന്താ സംഭവിക്കുന്നത്? അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ഇമ്പിഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇമ്പിഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഇമ്പിഡൻസിനെ നമ്മൾ ZS എന്ന് വിളിക്കുന്നു. അത് നമ്മളിവിടെ ഒരു റെസിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അതായത് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ R എന്തിന് ഈക്വലായി? ZS-ന് ഈക്വലായി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പ്യുവർലി റെസിസ്റ്റീവ് ലോഡ് നിങ്ങളുടെ സർജ് ഇമ്പിഡൻസിന് ഈക്വൽ ആണെങ്കിൽ ഇതിനെ, ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സർജ് ഇമ്പിഡൻസ് ലോഡിംഗ്. നിങ്ങൾ കണ്ടീഷൻ വിളിക്കുന്നതല്ല, അതിനാണ് സർജ് ഇമ്പിഡൻസ് ലോഡിംഗ്. അല്ലെങ്കിൽ ഇവിടുത്തെ പവർ ഡെലിവേർഡിനെയാണ് നമ്മൾ സർജ് ഇമ്പിഡൻസ് ലോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി പറയുവാണെങ്കിൽ സർജ് ഇമ്പിഡൻസ് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഡെലിവർ ചെയ്യുന്ന പവർ. എന്ത് ഡെലിവർ ചെയ്യുന്നു? ലൈൻ ഡെലിവർ ചെയ്യുന്ന ടു എ പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്. ഒരു പ്യുവർലി റെസിസ്റ്റീവ് ലോഡിലേക്ക് ലൈൻ ഡെലിവർ ചെയ്യുന്ന പവർ എന്തിന് ഈക്വൽ ആവണം? സർജ് ഇമ്പിഡൻസിന് ഈക്വൽ ആണെങ്കിൽ ആ ഡെലിവർ ചെയ്യുന്ന പവറിനെ വിളിക്കുന്ന പേരാണെന്ത്? സർജ് ഇമ്പിഡൻസ് ലോഡിംഗ്. ഓക്കെ, അപ്പോൾ ആ സർജ് ഇമ്പിഡൻസ് ലോഡിങ് ജനറലി പറയുവാണെങ്കിൽ അത് എപ്പോഴും റിയൽ പവർ ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴും എന്തായിരിക്കും? റിയൽ പവർ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ സെൻഡിങ് എൻഡ് പവർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെൻഡിങ് എൻഡ് പവറും റിസീവിങ് എൻഡ് പവറും എന്താവും? ഈക്വൽ ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സെൻഡിങ് എൻഡ് പവറും ഈ വിൽ ബി ഈക്വൽ ടു യുവർ റിസീവിങ് എൻഡ് പവർ. ക്ലിയർ അല്ലേ? അപ്പം സെൻഡിങ് എൻഡ് പവർ, റിസീവിങ് എൻഡ് പവർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം പറഞ്ഞു അത് രണ്ടും എന്തായിരിക്കും? റിയൽ ആണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ രണ്ട് വാല്യൂസും സെൻഡിങ് എൻഡ് പവർ ആയാലും റിസീവിങ് എൻഡ് പവർ ആയാലും ഇറ്റ് വിൽ ബി ഈക്വൽ ടു VR² ഡിവൈഡഡ് ബൈ ZC. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. VR² ഡിവൈഡഡ് ബൈ ZC. ഓക്കെ, അതായത് നിങ്ങളുടെ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻഡക്ടർ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്ത് നിങ്ങളുടെ അതായത് നിങ്ങൾ റിയാക്റ്റീവ് പവറിനെ എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ L-C കോമ്പിനേഷൻ സർക്യൂട്ടുകളാണ് വരിക. അപ്പോൾ ഇൻഡക്ടർ റിയാക്റ്റീവ് പവറിനെ അബ്സോർബ് ചെയ്ത്
നിങ്ങളുടെ കപ്പാസിറ്റർ റിയാക്റ്റീവ് പവർ ഡെലിവറി. അപ്പോൾ രണ്ടും എന്താവും, ഒരെണ്ണം അബ്സോർബ് ചെയ്യണം, ഒരെണ്ണം ഡെലിവറി ചെയ്യണം. അപ്പോൾ അത് ഈക്വാലിറ്റി ഫീൽ വരും അല്ലേ, അല്ലെങ്കിൽ രണ്ട് പവറും എന്തായിട്ട് വരും, ഈക്വലായിട്ട് വരും. ഓക്കെ, അപ്പം അവിടെ റിയാക്റ്റീവ് പവറിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല, ആരുടെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ, റിയൽ പവറിൻ്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യമാണ് അവിടെ അനലൈസ് ചെയ്യേണ്ടത്. സോ ഓൺലി റിയൽ പവർ ഈസ് ഫ്ലോയിങ്, ഓൺലി റിയൽ പവർ ഈസ് ഫ്ലോയിങ്. ക്ലിയർ? ഇനി അറിയേണ്ടത്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഡെലിവർ ചെയ്യുന്ന പവർ എന്തിന് ഈക്വലാണ്, ദ പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു യുവർ സർജ് ഇംപെഡൻസ് ലോഡിങ്. ഓക്കെ, ആ ഡെലിവർ ചെയ്യുന്ന പവർ എന്തിന് ഈക്വലാണ്, സർജ് ഇംപെഡൻസ് ലോഡിങ്ങിന് ഈക്വലാണ്. ഇനി നമുക്കിതിനെ രണ്ട് തരത്തിൽ പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് VR² ഡിവൈഡ് ബൈ ZC എന്ന് പറയാം. ZC എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ്. ഓക്കെ, ZC എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ഈ കണ്ടീഷനിൽ, അതായത് VS = VR അല്ലെങ്കിൽ IS = IR എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ബീറ്റ 0 ആയിരിക്കും. ഓക്കെ, ബീറ്റ 0 ആവാന്ന് പറഞ്ഞാൽ ZC = ZL എന്ന് എഴുതാം. ഓക്കെ, സോറി, ZC ZL അല്ല, ZC = ZS എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ZC എന്ന് എഴുതിയാലും ZS എന്ന് എഴുതിയാലും ഒക്കെ എന്ത് തന്നെയാണ്, കറക്റ്റാണ്. ഓക്കെ, ZL എന്ന് എഴുതിയാലും ZC എന്ന് എഴുതിയാലും ഒക്കെ എന്ത് തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ZS എന്നായിരിക്കും എഴുതുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ നമ്മുടെ ഇക്വേഷൻ, സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി VS² ഡിവൈഡഡ് ബൈ യുവർ ZS. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് VR² ബൈ ZC എന്ന് പറഞ്ഞാലും VS² ബൈ ZS എന്ന് പറഞ്ഞാൽ, കാരണം VSഉം VR ഒക്കെ ഇവിടെ ഈക്വലാണ്. ഓക്കെ, അതായത് റിസീവിങ് എൻഡ് പവറും നിങ്ങളുടെ സെൻഡിങ് എൻഡ് പവറൊക്കെ എന്താണ്, ഈക്വലാണ്. അപ്പം VS എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് VSനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് VL² ആയിരിക്കും കേട്ടോ. VL² ബൈ ZS. VL എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈൻ വോൾട്ടേജ് ആണ്. ഓക്കെ, VL എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. ZS എന്ന് പറഞ്ഞാൽ നമ്മുടെ സർജ് ഇംപെഡൻസ്. സർജ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, √L/C. √L/C. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങളുടെ സാധാരണ പവർ നമ്മൾ പറഞ്ഞു ഇവിടെ റെസിസ്റ്റീവ് ലോഡാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റെസിസ്റ്റീവ് ലോഡാകുമ്പോൾ നമ്മുടെ പവർ എന്തായിരിക്കും, √3 VL/IL. കാരണം cos⁵ 1 അല്ലേ വരിക, റെസിസ്റ്റീവ് ലോഡിലെ പവർ ഫാക്ടർ 1. അപ്പോൾ ഈ √3 × VL × ഈ IL പകരം നമുക്ക് എങ്ങനെ എഴുതാം, IL എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, VL/√3R എന്ന് എഴുതാലോ. കാരണം എന്താ, നിങ്ങളുടെ IL എന്ന് പറയുന്നത് എന്താണ്, IL എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി I ഫേസ് അല്ലേ, I ഫേസിന് ഈക്വൽ ആയിരിക്കും. അതായത് എന്താണ്, V ഫേസ് ബൈ R ആണ്. ഓക്കെ, അപ്പം ഇതിനെ ഈ V ഫേസിനെ V ലൈനിലേക്ക് മാറ്റാനാണ് VL/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ VL/√3 × R. അപ്പോൾ ILന് പകരം എന്ത് എഴുതാം, VL/√3 × R എന്ന് എഴുതാം. സോ യു വിൽ ബി ഗെറ്റിംഗ് VL²/R എന്ന് കിട്ടും. ഓക്കെ, √3 കട്ടായി പോകും. അപ്പോൾ ഇവിടെ സർജ് ഇംപെഡൻസ് ലോഡിങ് ആയതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെയാണ് ഇക്വേഷൻ വരേണ്ടത്. ഓക്കെ, P = VL²/R. പക്ഷേ നമുക്കറിയാം R = എന്താ ഈക്വലാണ്ടാണ്, ZSന് ഈക്വൽ, കാരണം സർജ് ഇംപെഡൻസ് ലോഡിങ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സർജ് ഇംപെഡൻസ് ലോഡിങ് = VS² അല്ല VL² ഡിവൈഡഡ് ബൈ ZS അല്ലെങ്കിൽ VL² ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാം ഇതിൻ്റെ യൂണിറ്റ്, സർജ് ഇംപെഡൻസ് ലോഡിൻ്റെ ഒക്കെ യൂണിറ്റ് ജനറലി മെഗാവാട്ട് പവറൊക്കെയാണ് വരിക കേട്ടോ. വലിയ പവറാണ്, മെഗാവാട്ട് പവറാണ്. അതുപോലെ തന്നെ VLൻ്റെ യൂണിറ്റൊക്കെ കിലോ വോൾട്ടിനാണ് വരിക. ഓക്കെ, ലൈൻ വോൾട്ടേജിൻ്റെ യൂണിറ്റ് കിലോ വോൾട്ടും സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ യൂണിറ്റ് മെഗാവാട്ടിലാണ് വരിക. പിന്നെ ഈ സർജ് ഇംപെഡൻസ് ലോഡിങ് എപ്പോഴും നമ്മൾ സർജ് ഇംപെഡൻസ് പഠിച്ച പോലെ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്തിന് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ് കേട്ടോ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ഓഫ് യുവർ ട്രാൻസ്മിഷൻ ലൈൻ. ആ ഒരു പോയിൻറ്റും കൂടി അവിടെ ആഡ് ചെയ്ത് വെക്കാം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. അതൊക്കെ സർജ് ഇംപെഡൻസ് ആയാലും സർജ് ഇംപെഡൻസ് ലോഡിങ് ആയാലും എന്താണ്, നിങ്ങളുടെ ലെങ്ത്ത്, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്തിന് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ,
ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ കൂടുതലായിട്ട് എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഒരു 800 kV ട്രാൻസ്മിഷൻ ലൈൻ തന്നു, എന്നിട്ട് അതിൻ്റെ എല്ല് പറയുകയാണ് 1 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ എന്നും, അതുപോലെ സി ഒരു 12 നാനോ ഫാരഡ് പെർ കിലോമീറ്റർ എന്നൊക്കെ തന്നിട്ട് നിങ്ങളോട് പറയുന്ന ഐഡിയൽ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എന്നൊക്കെയാണ് ചോദ്യം വരിക. ഓക്കെ, ഐഡിയൽ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങളോട് സർജ് ഇംപെഡൻസ് അല്ലെങ്കിൽ നിങ്ങളെ 3 ഫേസ് പവറാണ് കാണാൻ പറയാം. ഓക്കെ, അപ്പോൾ അവിടെ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഐഡിയൽ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി കാണാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ ZS കണ്ടുപിടിക്കുക. ഓക്കെ, ZS കണ്ടുപിടിക്കുക. ZS എന്ന് പറഞ്ഞാൽ എന്താണ്? √L/C. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ 3 ഫേസ് പവർ, നിങ്ങളുടെ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ഫേസ് പവറാണ് കാണേണ്ടത്. സോ യു ഹാവ് ടു ഡു 3 V phase square divided by ZL. ഓക്കെ, വേർ യുവർ V phase ഈക്വൽ ടു VL/√3. അങ്ങനെയാണ് ഇതൊന്നെങ്കിൽ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ പോവാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡിൽ പോവാം. എന്താണ്? VL² divided by ZL. ക്ലിയർ? VL² divided by ZL പോവാം, അല്ലെങ്കിൽ VL² divided by ZS. കാരണം VLും ZSും ZC ഒക്കെ എന്താണ്? സെയിം ആണ്. ZSും സെയിം ആണ്. അതുകൊണ്ട് ZS നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. VL മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ? കണ്ടുപിടിക്കാനുള്ളൂ. അതും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് തരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആയിരിക്കും. ഈ 800 kV എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ്. ട്രാൻസ്മിഷൻ ലൈൻ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ലൈൻ വോൾട്ടേജ്. ഫേസ് വോൾട്ടേജ് ആണെങ്കിൽ പ്രത്യേകിച്ച് അവരെടുത്ത് ഇത് പറയും, അത് ഫേസ് വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതെന്താണ്? ഇത് ലൈൻ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് VL²/ZS ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ അത്? അപ്പോൾ അതാണ് അവിടെ നമുക്ക് പറയാനായിട്ടുള്ള പോയിന്റ്. ഓക്കെ, ഇനി സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ 2-3 കണ്ടീഷനുകളാണ്. അപ്പോൾ 2-3 കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോഡിങ്, അതായത് നിങ്ങളുടെ സർജ് ഇംപെഡൻസ് ലോഡിങ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കപ്പാസിറ്റീവ് ലോഡാണോ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡാണോ ഏതാണ് എന്നനുസരിച്ചിട്ട് നിങ്ങളുടെ റിസീവിങ് എൻഡ് വോൾട്ടേജ്, സെൻഡിങ് എൻഡ് വോൾട്ടേജ്, അതുപോലെ പവർ ഫാക്ടറിൻ്റെ ഫിനോമിന എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ പവർ ഫാക്ടറിൻ്റെ ഫിനോമിന എങ്ങനെയാണ് മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഫ് സപ്പോസ് നിങ്ങൾ കൊടുക്കുന്ന ലോഡിങ് നിങ്ങളുടെ സർജ് ഇംപെഡൻസിന് ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, 2-3 കണ്ടീഷനാണത്. ഫസ്റ്റത്തെ കണ്ടീഷൻ, വെൻ യുവർ ലോഡിങ് ഈസ് ഈക്വൽ ടു സർജ് ഇംപെഡൻസ് ലോഡിങ്ങിന് ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡക്ടറിൻ്റെ എഫക്റ്റും കപ്പാസിറ്ററിൻ്റെ എഫക്റ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അതായത് ഇൻഡക്ടറിൻ്റെ എഫക്റ്റും കപ്പാസിറ്ററിൻ്റെ എഫക്റ്റും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല? അവിടെ പവറിൻ്റെ നോ ഡെലിവറിങ് ഓർ അബ്സോർബിങ് പവർ. ഓക്കെ, നോ ഡെലിവറിങ് ഓർ അബ്സോർബിങ് പവർ. അതായത് നിങ്ങളുടെ റിസീവിങ് എൻഡ് വോൾട്ടേജ് എന്തിന് ഈക്വലാണ്? സെൻഡിങ് എൻഡ് വോൾട്ടേജിന് ഈക്വലാണ്. ദാറ്റ് മീൻസ് യുവർ പവർ ഫാക്ടർ ഈസ് യൂണിറ്റ്. ക്ലിയർ? ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when your loading is less than your surge impedance loading. ഓക്കെ, അങ്ങനെ ലോഡിങ് സർജ് ഇംപെഡൻസ് ലോഡിങ്ങിനേക്കാൾ കുറവാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുവർ കപ്പാസിറ്റീവ് എഫക്റ്റ് ഈസ് ഹയർ ദാൻ യുവർ ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഓക്കെ, കപ്പാസിറ്റീവ് എഫക്റ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ യുവർ ഇൻഡക്റ്റീവ് എഫക്റ്റ്. അതായത് നിങ്ങളുടെ ഈ സമയത്തുള്ള ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റിയാക്റ്റീവ് പവറിൻ്റെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വെച്ചാൽ ദ ലൈൻ വിൽ ഗീവ് സം റിയാക്റ്റീവ് പവർ. ടു ദ ലോഡ്. ലോഡിലേക്ക് കുറച്ച് റിയാക്റ്റീവ് പവർ നിങ്ങളുടെ ലൈൻ എന്ത് ചെയ്യും? കൊടുക്കും. അതായത് അങ്ങനെ ലൈൻ കുറച്ച് റിയാക്റ്റീവ് പവർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോഡ് സൈഡിലുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടില്ലേ? അതായത് ദാറ്റ് ഈസ് യുവർ VR വിൽ ബി ഗ്രേറ്റർ ദാൻ VS. ദാറ്റ് വിൽ ബി കപ്പാസിറ്റി എഫക്റ്റ്
കൂടുതലായതുകൊണ്ട് നിങ്ങളുടെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, കൂടും, അല്ലെങ്കിൽ പവർ ഫാക്ടർ വിൽ ബി ലീഡിങ്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, ലോഡിങ് ഈസ് ഗ്രേറ്റർ ദാൻ സർജ് ഇംപെഡൻസ് ലോഡിങ്. സർജ് ഇംപെഡൻസ് ലോഡിങ്ങിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി യുവർ ഇൻഡക്റ്റീവ് എഫക്റ്റ് വിൽ ബി ഡോമിനേറ്റിംഗ് യുവർ കപ്പാസിറ്റീവ് എഫക്റ്റ്. അതായത് ഇവിടെ നിന്ന് സംഭവിക്കും, അവിടെ ലൈൻ വിൽ കൺസ്യൂം റിയാക്റ്റീവ് പവർ. ദ ലൈൻ വിൽ കൺസ്യൂം റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവറിനെ ലൈൻ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അതായത് യുവർ വി ആർ വിൽ ബി ലെസ് ദാൻ യുവർ വി എസ്. നിങ്ങൾ സെൻഡിങ് ആൻഡ് വോൾട്ടേജിലായിരിക്കും കൂടുതലുണ്ടാവുക. ദാറ്റ് മീൻസ് യുവർ പവർ ഫാക്ടർ ഈസ് ലാഗിങ്. ഓക്കെ. ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് ഓർമ്മയുണ്ട്. അതായത് നിങ്ങൾ കപ്പാസിറ്റി എഫക്റ്റാണ് കൂടുതലെങ്കിലും അതുപോലെ തന്നെ റിസീവിങ് ആൻഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് ആൻഡ് അതുപോലെ തന്നെ പവർ ഫാക്ടർ ലീഡിങ് ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് കപ്പാസിറ്റി എഫക്റ്റ്, കപ്പാസിറ്റി ലൈൻ ചാർജിങ് കറണ്ട് അല്ലെങ്കിൽ കപ്പാസിറ്റി എഫക്റ്റ് കൂടുതലുള്ള എഫക്റ്റിൻ്റെ പേരാണെന്ത്, ഫെറാൻഡി എഫക്റ്റ്. എന്താണ്, ഫെറാൻഡി എഫക്റ്റ്. ഓക്കെ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ഈ 3 കണ്ടീഷൻസ്. ഇത് നമുക്കൊരു വേണമെങ്കിൽ ഒരു വോൾട്ടേജിൻ്റെ ഒരു പ്രൊഫൈൽ പോലെ വരക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഇതിനെ 3 ഇതായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ. അതായത് ഇഫ് സപ്പോസ് ഇത് നിങ്ങളെ വി എസും ഇത് നിങ്ങളെ വി ആറും ആണെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, സർജ് ഇംപെഡൻസ് ലോഡിങ്ങിന് ഈക്വൽ ആയിരിക്കും. അതായത് വി എസ് ഈക്വൽ ടു വി ആർ. ഇനി ഇവിടെ ഇത് കൂടുതലും ഇത് കുറവും ആവുന്ന കണ്ടീഷൻ. അതായത് ഇഫ് യുവർ വി ആർ ഈസ് ഗ്രേറ്റർ ദാൻ വി എസും അതുപോലെ തന്നെ വി ആർ ലെസ് ദാൻ വി എസും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വി ആർ ഗ്രേറ്റർ ദാൻ വി എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഓവർ വോൾട്ടേജ് കണ്ടീഷനായിരിക്കും. അതായത് ഇവിടെ കപ്പാസിറ്റി എഫക്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും നിങ്ങളുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിനെക്കാട്ടി. ഓക്കെ. അതായത് നിങ്ങളുടെ പി എഫ് എന്തായിരിക്കും, ലീഡിങ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ അണ്ടർ വോൾട്ടേജ് ആയിരിക്കും. അതുപോലെ തന്നെ കപ്പാസിറ്റി എഫക്റ്റ് ലെസ് ദാൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിരിക്കും. അതായത് പവർ ഫാക്ടർ എന്തായിരിക്കും, ലാഗിങ് ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങളെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കും. അത് ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ വി ആർ എന്തിന് ഈക്വൽ ആയിരിക്കും, ഷോർട്ട് സർക്യൂട്ടിന് ഈക്വൽ ആയിരിക്കും. വി ആർ ഈക്വൽ ടു എന്തായിരിക്കും, ഷോർട്ട് സർക്യൂട്ട്. വി ആർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതായത് നിങ്ങളുടെ വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അതായത് കറണ്ട് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എപ്പോഴും ആ ഒരു പോയിൻറ്റും കൂടി അവിടെ ഒന്ന് അനലൈസ് ചെയ്ത് വയ്ക്കുക. അതും കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫെറാൻഡി എഫക്റ്റ് ഓർത്ത് വയ്ക്കുക, ലൈൻ ചാർജിങ് കപ്പാസിറ്റൻസിൻ്റെ കാര്യം ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതുന്നില്ല, ഞാൻ ജസ്റ്റ് പാറ്റേണുകൾ ഇങ്ങനെ എന്ത് ചെയ്യാം, പറഞ്ഞു പോവാം. അതിൽ ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, അതായത് സർജ് ഇംപെഡൻസ്. ഇതിൽ വരുന്ന പാറ്റേൺസ്, ഓരോരോ പാറ്റേൺസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ സർജ് ഇംപെഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, സർജ് ഇംപെഡൻസ് ഓഫ് ഒരു 500 കിലോമീറ്റർ ലൈൻ എടുത്തു എന്ന് വിചാരിക്കും. ഒരു 500 കിലോമീറ്റർ ലോങ് ലൈൻ. ആ 500 കിലോമീറ്റർ ലോങ് ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് ഒരു 100 ഓമാന്ന് വിചാരിക്കും. 100 ഓം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 200 കിലോമീറ്റർ ലൈൻ എടുത്തു, ആ ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് എന്താണ്? ഇതാണ് നിങ്ങളുടെ സർജ് ഇംപെഡൻസ്, ഇതാണ് നിങ്ങളുടെ ലൈനിൻ്റെ ലെങ്ത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അതായത് ഇങ്ങനെ നിങ്ങളെ ലൈൻ തന്നു, എന്നിട്ടത് എത്ര ഓമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ, അതിനാണ് നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് സർജ് ഇംപെഡൻസ് ആയാലും നിങ്ങളുടെ സർജ് ഇംപെഡൻസ് ലോഡിങ് ആയാലും ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലെങ്ത്തിന് എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈനിൻ്റെ ലെങ്ത്ത് മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ സർജ് ഇംപെഡൻസ് എന്ത് ചെയ്യില്ല, മാറില്ല. അപ്പോൾ 500 കിലോമീറ്റർ ആയിക്കോട്ടെ, 200 1000 എന്തായിക്കോട്ടെ, ഇവിടെ ഒരു സർജ് ഇംപെഡൻസ് തന്നിട്ടുണ്ടോ, അതേ വാല്യൂ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. അപ്പോൾ സർജ് ഇംപെഡൻസ് ലെങ്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലെങ്ത് ഓഫ് ലൈൻ എന്നുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ. രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നിങ്ങളൊരു സാധാരണ ഒരു 220 kV ലൈൻ എടുക്കുക.
ഓക്കെ, ഒരു ഇത് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സെയിം സാധനം 220 kV ലൈൻ എടുക്കുക. ഈ 220 kV ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് ലോഡിങ് കാണുക. യു ഹാവ് ടു ഫൈൻഡ് യുവർ സർജ് ഇംപെഡൻസ് ലോഡിങ്. വേറെ ഒന്നും ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. യൂണിറ്റ് പറയും, മെഗാവാട്ടിലാണ് നിങ്ങളുടെ സർജ് ഇംപെഡൻസ് ലോഡിങ് കാണേണ്ടത്. നിങ്ങളൊരു 220 kV ലൈൻ എടുത്തോ, നിങ്ങൾ സർജ് ഇംപെഡൻസ് ലോഡിങ് കാണണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കയ്യിൽ ആകെയുള്ള സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ ഫോർമുല എന്താണ്? നമുക്കറിയാം, VL² ഡിവൈഡഡ് ബൈ ZS. ഇതാണല്ലോ നമ്മുടെ ജനറൽ ഫോർമുല. VL² ഡിവൈഡഡ് ബൈ ZS എന്നുള്ളതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഇവിടുത്തെ ഈ തന്നിരിക്കുന്ന ലൈൻ, അതായത് 220 kV ലൈന് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് വോൾട്ടേജ്? VL, ശരിയല്ലേ? അപ്പോൾ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിലെ VL എന്ന് പറഞ്ഞാൽ 220 kV. അപ്പോൾ 220 × 10⁻³ ദ ഹോൾ സ്ക്വയർ. ഇത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മുടെ ZS നമുക്കറിയോ? ഇല്ല. ZS എന്ന് പറയുന്നത് എന്താണ്? ZS എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടെ എന്താണ്? ഇവിടെ ലൈൻ അല്ലേ? ഒരു ലൈനിൻ്റെ ZS, സർജ് ഇംപെഡൻസ് ഓഫ് യുവർ ലൈന് എന്ന് പറയുന്നത് എത്രയാ? സർജ് ഇംപെഡൻസ് ഓഫ് യുവർ ലൈന് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 400 ഓം എന്ന് പഠിച്ചത് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? അതുപോലെ തന്നെ സർജ് ഇംപെഡൻസ് ഓഫ് യുവർ കേബിൾ പഠിച്ചു ഓർക്കുന്നത് എത്രയാണ്? 40 ഓം. ഈ വാല്യൂ നിങ്ങൾക്ക് തന്നില്ലെങ്കിലും, ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിലും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഈ പ്രോബ്ലം മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിവിടെ ഈ ZSന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? സർജ് ഇംപെഡൻസ് ഓഫ് ലൈൻ 400 ഓം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യുവർ ആൻസർ വിൽ ബി 220 × 220 × 10⁻⁶. 10⁻⁶ എന്ന് പറയുമ്പോൾ നമുക്ക് മെഗാവാട്ടിലാണ് ആൻസർ എന്നുള്ള കാര്യം ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും മെഗാവാട്ട് ഡിവൈഡഡ് ബൈ 400. 400 2 കട്ടായി പോകും. അപ്പോൾ 22 × 22 ബൈ 4 അല്ലേ? 2 11, ഇതും 11. 11ൻ്റെ സ്ക്വയർ. അപ്പോൾ 121 മെഗാവാട്ടാണ് നിങ്ങളുടെ ഉത്തരം. ക്ലിയർ ആയോ? ഈ ഒരു ലെവലുള്ള ചോദ്യം സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ഓക്കെ അല്ലേ? സോ അത് ക്ലിയർ ആയി. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ടും തരും. അതായത് നിങ്ങളുടെ ഇപ്പോൾ സപ്പോസ് രണ്ടും തരുന്ന പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സർജ് ഇംപെഡൻസ് തരും. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യൻ തരുവാണ് ഒരു 400 kV തന്നെ എടുക്കാം അല്ലേ? ഒരു 400 kV ട്രാൻസ്മിഷൻ ലൈനിൻ്റെ സർജ് ഇംപെഡൻസ് എന്ന് പറയുന്നത് ഒരു 400 ഓമാന്ന് വിചാരിക്കും. നിങ്ങളെ ZS ആണ് 400 ഓം നിങ്ങളുടെ ലൈൻ. നിങ്ങളോട് ചോദിക്കുകയാണ് സർജ് ഇംപെഡൻസ് ലോഡിങ് എത്ര എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഈ 400 kV എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ ലൈൻ വോൾട്ടേജ്. അതുപോലെ ഇവിടുത്തെ ZS എന്നുണ്ട് 400 ഓം. ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ 400 ഓം എടുക്കണം, നമ്മൾ പഠിച്ചു അല്ലെ? ഒന്നും തന്നില്ലെങ്കിൽ 400 ഓം എടുക്കണം. തന്നിട്ടുണ്ടെങ്കിൽ 400 ഓം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓം തന്നിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ ഇക്വേഷൻ എടുത്ത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 400 വോൾട്ട് അല്ലേ? VL² അല്ലേ? അപ്പോൾ 400 വോൾട്ടേജ് 10⁻⁶ ഡിവൈഡഡ് ബൈ ZS എന്ന് എത്രയാണ്? 400. അപ്പോൾ ഇത് രണ്ടും കട്ടായിപ്പോയി. യു വിൽ ബി ഗെറ്റിംഗ് 400 മെഗാവാട്ട്. വിൽ ബി ഗെറ്റിംഗ് 400 മെഗാവാട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളോട് ജനറലി നിങ്ങളെ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിൻ്റെ യൂണിറ്റ് വെറുതെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്ത് വയ്ക്കുക. സർജ് ഇംപെഡൻസ് ലോഡിങ് വിൽ ബി മെഗാവാട്ടിലായിരിക്കും യൂണിറ്റ്. ഓക്കെ, മെഗാവാട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ചോദിച്ച് വയ്ക്കുക. പിന്നെ വേറൊരു ടൈപ്പ്, നാലാമത്തെ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ ഇവിടെ പഠിച്ച ചോദ്യങ്ങൾ. അതായത് നിങ്ങൾ ഈ ബോക്സിൽ പഠിച്ചില്ല. അതായത് നിങ്ങളുടെ ലോഡിങ് ഓഫ് ദ ലൈന് ലെസ് ദാൻ സർജ് ഇംപെഡൻസ് ലോഡിങ് ആണെങ്കിൽ അത് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ എന്തായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലോഡിങ് ഓഫ് ദ ലൈൻ, ഇഫ് യുവർ ലോഡിങ് ഓഫ് ദ ലൈൻ ഈസ് ലെസ് ദാൻ യുവർ സർജ് ഇംപെഡൻസ് ലോഡിങ്, then it will act as transmission line will give some reactive power to the load. നിങ്ങളിങ്ങനെ റിയാക്റ്റീവ് പവറിലേക്ക് നിങ്ങളുടെ ലോഡിലേക്ക് നിങ്ങൾ റിയാക്റ്റീവ് പവർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കേണ്ടതാണ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സോഴ്സ് ഓഫ് റിയാക്റ്റീവ് പവർ. ഓക്കെ, നമ്മളിങ്ങനെ ഒരു അനാലിസിസിലേക്ക് എത്തണം. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അതായത് നിങ്ങൾ ലോഡിലേക്ക് നിങ്ങൾ റിയാക്റ്റീവ് പവർ കൊടുക്കുകയാണല്ലോ. അപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈൻ അപ്പോൾ എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ യുവർ ട്രാൻസ്മിഷൻ ലൈൻ വിൽ ആക്ട് ആസ് എ സോഴ്സ് ഓഫ് റിയാക്റ്റീവ് പവർ. ഇനി അതിന് പകരം
നിങ്ങൾ ഇവിടെ റിയാക്റ്റീവ് പവറിനെ കൺസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ഫിയർ സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ ഫിയർ ലോഡിംഗ് ഈസ് greater than surge impedance loading, then it will be acting as a then your load is consuming reactive power. അങ്ങനെ ലോഡ് റിയാക്റ്റീവ് പവറിനെ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ പറയണം if your load is consuming your reactive power, then you have to tell that the transmission line will act as a sink of reactive power. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈൻ ഓഫ് സിങ്കും സോഴ്സുമായിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ അത് എപ്പോഴാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ലെസ് ദാൻ ലോഡിംഗ് ഓഫ് ദ ലൈൻ, ട്രാൻസ്മിഷൻ ലൈൻ ലെസ് ദാൻ സർജ് ഇംപെഡൻസ് ലോഡിംഗ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സോഴ്സ് ഓഫ് റിയാക്റ്റീവ് പവർ. ആൻഡ് ഇഫ് യുവർ ലോഡിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ സർജ് ഇംപെഡൻസ് ലോഡിംഗ്, ദെൻ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സിങ്ക് ഓഫ് റിയാക്റ്റീവ് പവർ. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി കൺസ്യൂമിങ് യുവർ റിയാക്റ്റീവ് പവർ. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മൾ സാധാരണ സർജ് ഇംപെഡൻസിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് ZS ഇപ്പോൾ 2 Lഉം Cയും തരും, എന്നിട്ട് സർജ് ഇംപെഡൻസ് കാണാൻ പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, √L/C ചെയ്താൽ അത് കിട്ടും. ഓക്കെ, അതിനത് നമുക്ക് പ്രശ്നം വരുന്നില്ല. പിന്നെ നിങ്ങളെ സർജ് ഇംപെഡൻസ് ലോഡിങ്ങിനെ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യങ്ങൾ കാണാറുണ്ട്. അതായത് നിങ്ങളെ സർജ് ഇംപെഡൻസ് ലോഡിങ് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊവിഷൻസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. എന്താണ്? VL² / ZL. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് 2 തരത്തിൽ എഴുതാം. ZL എഴുതാം, അല്ലെങ്കിൽ VL² / ZS എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ യു ഹാവ് ടു റീപ്ലേസ് യുവർ ZS ആസ് ഈ √L/C ഇവിടെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ VL² × L/C അല്ലേ, അപ്പോൾ C എന്ത് ചെയ്യും, മുകളിലേക്ക് ഡിനോമിനേറ്ററിൽ വരില്ല, അപ്പോൾ C മുകളിലേക്ക് വരും. അപ്പോൾ √C/L എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. സോ സർജ് ഇംപെഡൻസ് ലോഡിംഗ് ഈക്വൽ ടു VL² × C/L എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സർജ് ഇംപെഡൻസ് ലോഡിംഗ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? സർജ് ഇംപെഡൻസ് ലോഡിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഐദർ ലൈൻ വോൾട്ടേജ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റൻസ് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. ഓക്കെ, അങ്ങനെ പല മെത്തേഡുകളും ഉണ്ടാവും നിങ്ങൾക്കത് കൂട്ടാൻ വേണ്ടി. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിട്ട് കണ്ട് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് എ ലോസ്ലെസ് ലൈൻ, ഒരു പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് സാധാരണ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഉത്തരം പറഞ്ഞേ. സാധാരണ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഉത്തരം, സാധാരണ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു α + Gβ. ശരിയാണല്ലോ, α + Jβ അല്ലേ. അതിൽ ആൽഫ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു? ആൽഫ എന്ന് പറയുന്നത് അറ്റന്വേഷൻ കോൺസ്റ്റൻറ്റ്, ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ എന്ന് പറയുന്നത് അറ്റന്വേഷൻ കോൺസ്റ്റൻറ്റും ഇതിൽ ബീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഫേസ് കോൺസ്റ്റൻറ്റ്. ബീറ്റ എന്ന് പറയുന്നത് ഫേസ് കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഇനി നമുക്കറിയാം വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, ഗാമ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമ ഈസ് ഈക്വൽ ടു √Z × Y. അതായത് നിങ്ങളുടെ Z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R + jωL, Y എന്ന് പറഞ്ഞാൽ G + jωC എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ശരിയാണല്ലോ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി ഇപ്പം ഇത് സാധാരണ ഒരു ഗതിയിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമയെക്കുറിച്ച് ചോദിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത്രയും ടേംസ് എഴുതി വയ്ക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതല്ല, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഗാമ ഇൻ എ ലോസ്ലെസ് ലൈൻ എന്നെടുത്ത് ചോദിക്കാമെന്ന് വിചാരിക്കും. എന്താണ് ഇൻ എ ലോസ്ലെസ് ലൈൻ എന്താണ് വരുന്നത് എന്നുള്ളത് ചോദ്യമാണെന്ന് വിചാരിക്കും. അപ്പോൾ ലോസ്ലെസ് ലൈൻ ആണെങ്കിൽ നമ്മൾ 3 കണ്ടീഷൻ ഓർത്താൽ മതി. ഓക്കെ, ലോസ്ലെസ് ലൈൻ ആണെങ്കിൽ നിങ്ങൾ 3 കണ്ടീഷൻ ഓർക്കണം. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ R 0 ആവുക, അതുപോലെ നിങ്ങളുടെ G 0 ആവുക. എന്തൊക്കെയാണ്? R 0 ആവുക, G 0 ആവുക. ആറും ജിയും 0 ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആൽഫ 0 ആവും. എന്താണ്? ആൽഫ 0 ആവും, കാരണം അത് റിയൽ പാർട്ട് ടേമാണ്. ആറും ജിയും റിയൽ പാർട്ട് ടേംസ് ആണ്. അപ്പോൾ റിയൽ പാർട്ട് ടേമുകളൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആൽഫയും 0 ആവും. അപ്പോൾ അങ്ങനെ ഈ R 0 ആവും, G 0 ആണെങ്കിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാമ എന്താ വരിക? ഇറ്റ് വിൽ ബി √jωL × jωC അല്ലേ.
അതായത് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ അല്ലേ, റൂട്ട് ഓഫ് ജെ ഒമേഗ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എൽ ഇൻറ്റു സി അല്ലേ. അതായത് ജെ ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പുറത്ത് ജെ ഒമേഗ വരും. സോ ജെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി ജെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി അല്ലേ. അപ്പോൾ ആദ്യം ഇത് ഓർത്ത് വയ്ക്കുക, ആർ ഈക്വൽ ടു 0, ജി ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇങ്ങനെ ഈ കണ്ടീഷൻസിൽ കിട്ടിയ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ്? ഇറ്റ് വിൽ ബി ജെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി. അപ്പോൾ ഇതാണ് ഒരു ചോദ്യം, അതായത് ഒരു ലോസ്ലെസ് ലൈനിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ലോസ്ലെസ് ലൈനിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് ഇക്വേഷനാണെന്ത്? ഗാമ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാം ഒരു ലോസ്ലെസ് ലൈനിലെ അറ്റർനേഷൻ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ലോസ്ലെസ് ലൈനിൻ്റെ അറ്റർനേഷൻ കോൺസ്റ്റൻറ്റ് എന്താണ്? ആൽഫ. ആൽഫ എത്രയാ? 0. ഇനി ഒരു ലോസ്ലെസ് ലൈനിലെ ബീറ്റ ചോദിക്കാം. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബീറ്റ എന്ന് മാത്രമല്ല അതിലുള്ളത് ജെ ബീറ്റ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ജെ ബീറ്റ ഈക്വൽ ടു എന്തായി? ഇപ്പം ജെ ഒമേഗ റൂട്ട് എൽ സി. അപ്പോൾ ജെയും ജെയും കട്ടായി. അപ്പോൾ ബാക്കി ആരാളുള്ളത്? ബീറ്റ ഈക്വൽ ടു ഒമേഗ റൂട്ട് എൽ സി. അപ്പം ഈ പോയിൻറ്റും നമ്മളവിടെ ഓർത്ത് വെക്കണം. അപ്പോൾ ഒരു ലോസ്ലെസ് ലൈനിൽ ആൽഫ 0 അതുപോലെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ റൂട്ട് എൽ സി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഇത് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഈ ബീറ്റ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ ബീറ്റ എന്ന് പറയുന്ന സാധനം നമുക്ക് വേറെ തരത്തിൽ എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ എന്ന് എഴുതാം. അതായത് നിങ്ങളോട് ഇപ്പോൾ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് എല്ലും സി ഒന്നുമില്ല. എന്തില്ല? എല്ലും സി ഒന്നുമില്ല. അല്ല, എല്ലും സി അല്ല. നിങ്ങളോട് ഇപ്പം ജിയു ആറൊന്നും ഇല്ല എന്ന് വിചാരിക്കും. ജിയു ആറൊന്നും ഇല്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യനുകളിൽ ആറും ജീനെ കുറിച്ചും അവരൊന്നും പറയുന്നില്ല. അതായത് ആറും ജീൻ്റെ വാല്യൂസ് ഒന്നും തരുന്നില്ല. പക്ഷെ ആരുടെയൊക്കെ വാല്യൂസ് തരുന്നുണ്ട്? എല്ലും സീൻ്റെ വാല്യൂസൊക്കെ അവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക അതെന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുക അതെന്തായിരിക്കും? അതൊരു ലോസ്ലെസ് ലൈൻ ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു ലോസ്ലെസ് ലൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലോസ്ലെസ് ലൈനിൽ 6 0 ജി 0 ആൽഫ 0 അതുപോലെ തന്നെ ബീറ്റ എന്താണ്? ഒമേഗ റൂട്ട് എൽ സി ആണ്. ശരിയല്ലേ? നിങ്ങളോട് ആ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് അവിടുത്തെ സ്പീഡ് എന്താണ്? നിങ്ങളുടെ ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ്, അതായത് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്നുള്ള ലെവലിൽ എന്താണ് ഇക്വേഷൻ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ബീറ്റയ്ക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രമല്ല വേറൊരു ജനറൽ ഇക്വേഷൻ കൂടി ബീറ്റയ്ക്ക് ഉണ്ട്. എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. ശരിയല്ലേ? ബീറ്റ ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. ഇങ്ങനൊരു ഇക്വേഷൻ ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ബീറ്റ ഈക്വൽ ടു 2π ബൈ ലാംഡ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി 2π ബൈ ബീറ്റ. ക്ലിയർ? സോ ഈ ബീറ്റയ്ക്ക് പകരം നമ്മളിപ്പോൾ കിട്ടിയ ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒമേഗ റൂട്ട് ഓഫ് എൽ സി എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ശരിയല്ലേ? ഈ ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2πf ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πf ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നിന്ന് 2πയും 2πയും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്ത് വരും? യുവർ ലാംഡ ഇസ് ഈക്വൽ ടു 1/f ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി. ഓക്കെ, ഇതൊരു നല്ലൊരു ഇക്വേഷനാണ്. ലാംഡ നിങ്ങളോട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാംഡ മാത്രമായിട്ട് കാണാനാണെങ്കിൽ നിങ്ങൾക്ക് എഫും എല്ലും സിയും ഒക്കെ തന്നിട്ട് ലാംഡ കാണാനാണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ഇക്വേഷൻ. ഓക്കെ, 1/f ഇൻറ്റു റൂട്ട് എൽ സി എന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ വെലോസിറ്റി, സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ആണ് ചോദിക്കുന്നത്. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി രണ്ട് തരത്തിലും വരാറുണ്ട്. ഓക്കെ, വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, എഫ് ഇൻറ്റു ലാംഡ. ഇതാണ് നിങ്ങളുടെ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ, എഫ് ഇൻറ്റു ലാംഡ. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ് നിങ്ങളുടെ വെലോസിറ്റി. അപ്പോൾ ഇതിന് പകരം നിങ്ങളിപ്പോൾ കിട്ടിയ പോലെ തന്നെ എഫ് ഇൻറ്റു ലാംഡയ്ക്ക് പകരം 1/f ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എഫ് ഇവിടെ കട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/root of L into C. It will be equal to velocity of your wave will be equal to 1/root of L into C. Clear? ഇതും
നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് ഇക്വേഷനിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇക്വേഷൻസ് ആണ് ആക്ച്വലി പഠിക്കുന്നത് അല്ലേ, കുറേ ഇക്വേഷൻസ് ആണ്, ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്, ഇതെല്ലാതും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവിൻ്റെ പലതരത്തിലുള്ള രൂപങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഏത് കണ്ടീഷനാണ്? ലോസ്ലെസ് ലൈനിൻ്റെ കണ്ടീഷനാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ ലോസ്ലെസ് ലൈനിൻ്റെ ഈ കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക, അതുപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ ഓർത്ത് വയ്ക്കുക, അതിനകത്ത് നമുക്ക് ലാംഡ കിട്ടിയത് ഓർത്ത് വയ്ക്കുക, പിന്നെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് യുവർ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻസ് പ്ലോട്ട് ചെയ്തത് ഓർത്ത് വയ്ക്കുക, ആ ട്രാവലിംഗ് വേവിൻ്റെ ഒരു ഫോർമുല നിങ്ങൾക്ക് കിട്ടിയതും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരു 2 ഇക്വേഷനും കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ ഏതിൻ്റെ ടേംസിലാണ് എഴുതിയത്? സ്പീഡ് ഓഫ് യുവർ ട്രാവലിംഗ് വേവ് ഇൻ ടേംസ് ഓഫ് യുവർ, ചോദ്യങ്ങൾ പലതരത്തിൽ വരും കേട്ടോ, ഇൻ ടേംസ് യുവർ എൽ ആൻഡ് സി, എല്ലിൻ്റെയും സിൻ്റെയും വിധത്തിലാണ് ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടിയത്? റൂട്ട് ഓഫ് എൽ ഇൻറ്റു സി. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ വി സ്പീഡ് ഓഫ് യുവർ ട്രാവലിംഗ് വേവ് ഇൻ ടേംസ് ഓഫ് പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി. അനദർ ബ്യൂട്ടിഫുൾ വൺ, പെർമിയബിലിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി. പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയുടെയും ടേംസിൽ വി ഇൻ ടേംസ് ഓഫ് വിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും കേട്ടോ, കിലോമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഇൻ ടേംസ് യുവർ പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിൻ്റെ ടേംസിലാണ് അറിയേണ്ടത്. അപ്പം പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിയും നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനിൽ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ആണ്, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ ആണ്. അപ്പോൾ മ്യൂ നമുക്കറിയാം, മ്യൂ ഉണ്ട്, മ്യൂ 0 ഉണ്ട്, മ്യൂ ആർ ഉണ്ട്, അതുപോലെ തന്നെ എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ ഉണ്ട്, എപ്സിലോൺ 0 ഉണ്ട്, എപ്സിലോൺ ആർ ഉണ്ട്. മ്യൂ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായി റിലേറ്റ് ചെയ്ത ടേമാണ്, എപ്സിലോൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുമായി ഡിനോട്ട് ചെയ്ത ടേമാണ്. രണ്ടിനും യൂണിറ്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. മ്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാരഡ് പെർ മീറ്ററും, എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്ററും, മ്യൂ എന്ന് പറയുന്നത് ഹെൻറി പെർ മീറ്ററും, എപ്സിലോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫാരഡ് പെർ മീറ്ററും ആയിരിക്കും. ഓക്കെ, ചോദിക്കാറുണ്ട്, ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പക്ഷേ ഇവിടെ ഈ ഇക്വേഷൻസ് എല്ലാം ആവശ്യം, സാധാരണ ഇക്വേഷൻസ് പോരാ, നമ്മൾ പെർമിയബിലിറ്റീൻ്റെ ഇക്വേഷൻസ് തന്നെ വേണം. അതായത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു 1/√L ഇൻറ്റു സി, നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. നമ്മുടെ ഈ എല്ലിനും സിക്കും ആക്ച്വലി ഞാനത് ആ ടോപ്പിക്ക് എടുത്തിട്ടില്ല, ആ ടോപ്പിക്ക് എടുക്കുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് പറയാം. അതായത് നമ്മുടെ ഈ എല്ലിനും സിനും നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനാണ് μ/2π നാച്ചുറൽ ലോഗരിതം GMD/DS. സെൽഫ് GMDയും GMR എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്, അത് നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, 2π എപ്സിലോൺ ലോഗ് GMD/DS. ഓക്കെ, ഇങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലിനും സിക്കും. ആ എല്ലിനും സിനും വിത്ത് റെസ്പെക്റ്റുള്ള ടേംസാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നത്. ക്ലിയർ അല്ലേ? ആ എല്ലിൻ്റെയും സിൻ്റെയും ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതും വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂക്ക് പകരം എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മ്യൂ 0 മ്യൂ ആറും, അതുപോലെ എപ്സിലോൺ എന്ന് പറയാൻ എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അത് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മളെ ഇഷ്ടമാനുസരണം നമുക്കത് ചെയ്യാം. ജനറലി ഈ ഒരു ഇക്വേഷനാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എല്ലും സി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ 2πയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഈ ടേമും കട്ടാവും അല്ലേ. നിങ്ങളെങ്ങനെ എന്താ ചെയ്യുന്നത്? ഇവിടെ μ/2π GMD/DS ഇൻറ്റു 2π എപ്സിലോൺ ഡിവൈഡഡ് ബൈ log GMD/DS അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടേമും കട്ടാവൂലേ, ഈ 2πയും കട്ടാവൂലേ. അപ്പോൾ ബാക്കി ആരേ വരുള്ളൂ? ഈ മ്യൂവും ഈ എപ്സിലോണും മാത്രമല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെലോസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഓഫ് യുവർ ട്രാവലിംഗ് വേവിന് പുതിയൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു 1/√of mu epsilon. This is a beautiful equation. 1/√of mu epsilon. ക്ലിയർ അല്ലേ? ഇവിടുത്തെ മ്യൂവിനെ നിങ്ങൾക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മ്യൂ 0 മ്യൂ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ എപ്സിലോണിനെ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? വി ഈസ് ഈക്വൽ ടു 1/√LC. ആ 1/√LC എങ്ങനെയാണ് കിട്ടിയത്? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങൾ മാറ്റി എഴുതിയതാണ്. അതിൽ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ബി 1/f ഇൻറ്റു √LC. ശരിയല്ലേ? ലാംഡ എന്ന് പറയുന്നത് 1/f ഇൻറ്റു √LC എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ ഈ മ്യൂനും ഇവിടുത്തെ എപ്സിലോണിന് പകരം ഈ രണ്ട് സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് മ്യൂക്ക് പകരം μ0 μr, എപ്സിലോണിന് പകരം ε0 ε r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക എന്ന് പറഞ്ഞാൽ വി സി, ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു തിയറി കോൺസെപ്റ്റായിട്ട് ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ക്ലിയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അത് ഞാൻ ജസ്റ്റ് തിയററ്റിക്കൽ കോൺസെപ്റ്റായിട്ട് പറയുന്നത് മാത്രം നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് പോവാം. അപ്പോൾ 1/√μ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? μ0 μr ഇൻറ്റു ε0 ε r. ഇതാണല്ലോ നിങ്ങളുടെ ഇക്വേഷൻ ഉള്ളത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാനൊന്ന് റീഅറേഞ്ച്മെൻറ്റ് നടത്തുവാണ്. 1/√μ0 ഇൻറ്റു ε0 ഇൻറ്റു 1/√μr ഇൻറ്റു ε0r. ഇങ്ങനെ രണ്ട് ടേംസ് ആയിട്ട് മാറ്റി എഴുതുവാണ് ഇതിന്. ഓക്കെ, 1/√μ0 ഇൻറ്റു ε0 ഇൻറ്റു 1/√μr ഇൻറ്റു ε0r. നിങ്ങൾക്ക് ഈ μ0ൻ്റെ ε0ൻ്റെ ഒക്കെ വാല്യൂസ് ഓർമ്മയുണ്ടോ? μ0 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 4π ഇൻറ്റു 10⁻⁻7 ഹെൻറി പെർ മീറ്റർ. ε0 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 8.85 ഇൻറ്റു 10⁻12 ഫാരഡ് പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഈ പറഞ്ഞ പോലെ ഈ μ0നും ഈ ε0ന് പകരം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വാല്യൂ കിട്ടും. അതായത് ഈ മൊത്തം ടേം, അതായത് 1/ ഈ √μ0ൻ്റെ ε0 എന്ന് പറയുന്ന ഈ മൊത്തത്തിൽ ഉള്ള ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം മാറിയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് അനദർ വാല്യൂ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളൊരു വാല്യൂ വരും. ക്ലിയർ? അപ്പോൾ ആരാണ് ഈ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്? അതിന് ഓർമ്മയുണ്ടോ? ദിസ് ഈസ് യുവർ സ്പീഡ് ഓഫ് ലൈറ്റ്. എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് സി. സ്പീഡ് ഓഫ് ലൈറ്റ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സി. ആ സി വിൽ ബി ഈക്വൽ ടു 1/√μ0 ഇൻറ്റു ε0. യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ ഇക്വേഷൻ. 1/√μ0 ഇൻറ്റു ε0 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉള്ള ഇക്വേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? അതായത് നിങ്ങൾക്ക് ഇവിടെ 1/√μ0 ε0 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സി. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് സി ഇൻറ്റു 1/√μr ഇൻറ്റു ε0r. അത് തന്നെ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി എഴുതാം. വി ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ √μr ഇൻറ്റു ε. ദിസ് ഈസ് യുവർ ഇക്വേഷൻ. velocity of your traveling wave is equal to speed of light divided by √μr into ε r. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് വെറുതെ സിമ്പിളായിട്ട് ചോദിക്കുവാണ്, നിങ്ങളോട് ഇപ്പം μr ε തരുവാണ്. നിങ്ങൾക്ക് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ 3 ഇൻറ്റു 10⁸ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ഏതാണ് വാല്യൂ തരുന്നത് അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് ഇപ്പോൾ സപ്പോസ് തരുവാണ് നിങ്ങളൊരു ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. നിങ്ങളൊരു ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അതായത് നിങ്ങളുടെ സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് വി കാണാൻ പറയുവാണ്. നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇഫ് യു ആർ ഗിവൺ ലൈക്ക് ഒരു 64 എന്ന് തന്നു വിചാരിക്കും. എന്താ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 64 എന്താന്നു നിങ്ങളോട് വി ആണ് ചോദിക്കുന്നത്. അപ്പോൾ വി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉടനടി എന്ത് ചെയ്യാം? സി ഡിവൈഡഡ് ബൈ √μr ഇൻറ്റു ε എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ? അപ്പം മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നാണ് തന്നിരിക്കുന്നത്. ഞാൻ ഇത്ര നേരം പെർമിറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞത് അല്ലേ? നിങ്ങളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ
വിളിക്കുന്ന അതർ നെയിമാണ് ഈ പറയുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അതെപ്പോഴും മറന്നു പോകരുത്. ചിലപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരുന്ന ഒരു പോയിൻ്റാണ്. അതായത് നിങ്ങളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ തന്നെയാണ് നിങ്ങൾ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ എപ്സിലോൺ ആറ് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 64 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എപ്സിലോൺ ആറാണ്. ഓക്കെ, ഇനി നിങ്ങളോട് വേറൊന്നും തരുന്നില്ല, വെറുതെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? മ്യൂ ആറിന് വേറെ വാല്യൂ ഒന്നും തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? 1 ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. അപ്പോൾ പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സീൻ്റെ വാല്യൂ എത്രയാണ്? 310⁸ ഡിവൈഡ് ബൈ മ്യൂ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണെന്ന് അറിയാം. എപ്സിലോൺ ആറിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ 64. അപ്പോൾ എത്ര കിട്ടി? റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 310⁸ ഡിവൈഡഡ് ബൈ 8 അതായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ. അതായിരിക്കും നിങ്ങളുടെ വാല്യൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം ആണ്. ക്ലിയർ അല്ലേ? ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ പ്രോബ്ലംസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യനാണ് അത്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്ലിയർ? ദെൻ അടുത്ത ഒരു ടൈപ്പ് ഓഫ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രാൻസ്മിഷനും അതുപോലെ തന്നെ റിഫ്ലക്ഷൻ്റെ സാധനങ്ങളും പറയാനുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റാണിത്. അതിലുള്ള ചോദ്യങ്ങളും അതിൽ വരുന്ന പോസിബിലിറ്റി ഓഫ് അനദർ എക്സ്റ്റൻഡ് വെർഷൻ ഓഫ് തിയറിയും പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പം അടുത്ത ഇനി ഒരു ചോദ്യം ചോദിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രാവലിംഗ് വേവിൻ്റെ വെലോസിറ്റി ഓഫ് യുവർ ട്രാവലിംഗ് വേവ് നിങ്ങളുടെ കേബിളിനാണോ അല്ലെങ്കിൽ ഒരു ലൈനിനാണോ കൂടുതൽ എന്ന് ചോദിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോഴും നമുക്കിനി ലൈനിൻ്റെയും കേബിളിൻ്റെയും കൺസെപ്റ്റ് ഞാൻ പറയും. എന്നാലും നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ ലൈനാണോ അല്ലെ, ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ട്രാൻസ്മിഷൻ ലൈനും ഒരു കേബിളിൻ്റെയും ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഓവർ ഹെഡ് ലൈൻ, അതിനാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുക. കേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അണ്ടർഗ്രൗണ്ട് കേബിൾ. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിനാണോ അണ്ടർഗ്രൗണ്ട് കേബിളിലാണോ വെലോസിറ്റി കൂടുതൽ എന്നൊരു ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, ഏതിനാണ് വെലോസിറ്റി ഓഫ് എ ട്രാവലിംഗ് വേവ് ഓവർ ഹെഡ് ലൈനിനാണോ അണ്ടർഗ്രൗണ്ട് കേബിളിനാണോ കൂടുതൽ എന്നൊരു ചോദ്യം ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഉത്തരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറയുന്ന ഇതാണ്, നിങ്ങളുടെ വെലോസിറ്റി ഓഫ് ട്രാവലിംഗ് വേവ് ഇക്വേഷൻ അറിയാം എന്താണ്? C ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ ആർ ഇൻറ്റു എപ്സിലോൺ ആർ ആണല്ലോ, ശരിയല്ലേ? അപ്പോൾ എപ്പോഴും എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മ്യൂ ആറിന് അത്ര ഒരു എഫക്റ്റ് വരുന്നില്ല. കാരണം മ്യൂ ആർ എന്ന് പറഞ്ഞാൽ പെർമിബിലിറ്റി ഓഫ് മെറ്റീരിയലാണ്. അത് നമുക്ക് വേണമെങ്കിൽ 1 എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആകെ കൺസിഡർ ചെയ്യേണ്ടത് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ ആർ എന്ന ടേമിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ ആർ ആർക്കാണ് കൂടുതൽ എന്നുള്ള കാര്യം മാത്രമേ അറിയാനുള്ളൂ. അപ്പോൾ നമ്മളത് പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേബിളിൻ്റെ പ്രോപ്പർട്ടികൾ പഠിച്ചിട്ടുണ്ട്. ഒരു കേബിളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എവിടെ ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ കണ്ടക്ടറിൻ്റെ നടുവിലും അതുപോലെ തന്നെ ഔട്ടർ ഷീറ്റിൻ്റെയും ഇടയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ പെർമിറ്റിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്നത്. അതായത് കേബിളുകളിലാണ് പെർമിറ്റിവിറ്റി കൂടുതൽ. ഏതിനെ കമ്പയർ ചെയ്യുമ്പം? ഓവർ ഹെഡ് ലൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിവിടെ എഴുതി വയ്ക്കുക, എപ്സിലോൺ ആർ ഓഫ് യുവർ കേബിൾ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ യുവർ എപ്സിലോൺ ആർ ഓഫ് യുവർ ഓവർ ഹെഡ് ലൈൻ. നിങ്ങളുടെ ലൈനിനെ കാട്ടിയും നിങ്ങൾക്ക് കേബിളിലാണ് പെർമിറ്റിവിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെലോസിറ്റി ഓഫ് യുവർ ട്രാവലിംഗ് വേവ് ഓഫ് യുവർ കേബിൾ വിൽ ബി ലെസ് ദാൻ യുവർ വെലോസിറ്റി ഓഫ് യുവർ ട്രാവലിംഗ് വേവ് ഓഫ് യുവർ ലൈൻ. ക്ലിയർ അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിലേഷൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വെലോസിറ്റി ഓഫ് യുവർ കേബിളും ലൈനും തമ്മിലുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻസ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മാത്രമല്ല നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഏത് ലൈനിൻ്റെ ഏത് ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ?
സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് അനാലിസിസും വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മളിപ്പോൾ കുറേ ഫോർമുലകൾ നമ്മൾ ഈ ഒരു ലൈനിൻ്റെ ചെറിയൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് കുറേ ഫോർമുലകളാണ് പഠിച്ചത്. ആ ഫോർമുലകളൊക്കെ ഓർത്ത് വയ്ക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് സർജ് ഇമ്പിഡൻസിൻ്റെ ഫോർമുല. സർജ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ √L/C. അതുപോലെ സർജ് ഇമ്പിഡൻസ് ലോഡിങ്ങിൻ്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക. അത് ലൈനിന് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, VL² ഇതിങ്ങനെയാണ് കിട്ടുന്നത്. VL²/ZS എന്നുള്ള ലെവലിലാണ് കിട്ടുന്നത്. അത് ഓർത്ത് വയ്ക്കുക. പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ സാധാ ഫോർമുലകൾ ഓർത്ത് വയ്ക്കുക. α+jβT, ഗാമയ്ക്കുള്ള √Z/Y കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. ഇത് ആക്ച്വലി ഈ പറഞ്ഞ ZS √L/C എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് കിട്ടിയത്? അത് കിട്ടിയത് ഇങ്ങനെയല്ലേ, നമുക്ക് √Z/Y എന്നായിരുന്നല്ലോ. അപ്പോൾ √Z എന്ന് പറഞ്ഞാൽ എന്താ, R+jωL, ഇവിടെ എന്താണ് G+jωC. നമ്മളൊരു ലോസ്ലെസ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആറും 0 ജിയും 0. അപ്പോൾ ഇത് രണ്ടും പോയി jω കട്ടായി. അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, L/C തന്നെ കിട്ടുന്നത് അല്ലേ. ലോസ്ലെസ് ലൈനിൻ്റെ പ്രോപ്പർട്ടിയാണ് അതൊക്കെ. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഇങ്ങനെ എഴുതാം. ഇവിടെ RC കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആറും ജിയും 0, ആൽഫ 0, ബീറ്റയ്ക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. എന്താണ്, ω√LC. അവിടുത്തെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ jω √LC എന്നുള്ളത് ഓർക്കുക. പിന്നെ വെലോസിറ്റി ഓഫ് ട്രാവലിംഗ് വേവ് ആണ്, അത് F/λ. അവിടെ ബീറ്റ എന്ന് പറഞ്ഞാൽ 2π/λ, അല്ലെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 2π/β എന്ന് എഴുതാം. ബീറ്റയ്ക്ക് പകരം ω√LC. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനെ യു വിൽ ബി ഗെറ്റിംഗ് λ 1/f/√LC. അതിന് v = F/λ എഴുതുക. അങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് ഓഫ് ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് യുവർ ട്രാവലിംഗ് വേവ് വിൽ ബി = 1/√LC എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടും. ദെൻ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പെർമിയബിലിറ്റിയും പെർമിറ്റിവിറ്റിൻ്റെ ടേംസിൽ വേണമെങ്കിൽ എല്ലിന് സിക്കും എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുക. അങ്ങനെ എല്ലിനും സിക്കും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1/√μ × ആ മ്യൂവിന് പകരം μ0 μr എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ε0 ε കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. അതിൽ 1/√μ0 ε0 പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം, സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് an equation like v is equal to c/√μr × ε0. വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ μr എന്ന് പറഞ്ഞാൽ 1 എടുക്കാം. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ബേസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ ε0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ഓർക്കുക, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണെന്ന് ഓർക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ ഇക്വേഷനും കിട്ടി. 1/√μ0 × ε0. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ എപ്പോഴും ഓർമ്മയില്ല, എത്രയാണ്, 310⁸ m/s, അല്ലെങ്കിൽ 310⁵ km/s. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഓർത്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതിനാണ് കൂടുതൽ, നിങ്ങളുടെ വെലോസിറ്റി കേബിളിനാണോ ലൈനാണോ കൂടുതലെന്ന് വെച്ചാൽ ലൈനാണ് കൂടുതൽ. അതിൻ്റെ കാരണം നിങ്ങളുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് കേബിൾ എന്താണ്, കൂടുതലാണ്. നിങ്ങളുടെ ലൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ കേബിളിനാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഓഫ് യുവർ കേബിൾ ലൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുറവാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ ആ ഒരു പോർഷനെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. വളരെ കൺസെപ്റ്റ്ലി ഭയങ്കര നല്ല ഒരു ഐഡിയ വേണ്ട ഒരു യൂണിറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് ട്രാവലിംഗ് വേവിൻ്റെ അടുത്ത ഒരു കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.